എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അടുത്ത ടെൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ് പേര്. അപ്പോൾ ഭൂതകാലമാണ്, ഇതേസമയം തുടർച്ചയാണ് ഇതിൻ്റെ മുഖമുദ്ര. പേര് സൂചിപ്പിക്കും പോലെ തന്നെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആദ്യം പറയാം. ടെക്സ്റ്റിലുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റെ ജനറലായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ പറയാം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഭൂതകാലത്തിലുള്ള ഒരു പ്രവൃത്തി കുറച്ച് സമയത്തേക്ക് തുടർച്ചയായി നടന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത്തരം പ്രവൃത്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെൻസ് ഉപയോഗിക്കുക. അപ്പോൾ ഭൂതകാലത്തിലെ പ്രവൃത്തിയാണ്, അതേസമയം കുറച്ച് സമയത്തേക്ക് തുടർച്ചയായി കണ്ടിന്യൂറ്റി തുടരണം, അതാണ് ഇത്. ഉദാഹരണം, ഇന്നലെ രാത്രി 8 മണിക്ക് ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞതാണ്, അതേസമയം തുടർച്ചയായ പ്രവൃത്തി 1, 2, 3 മണിക്കൂറുള്ള പ്രവൃത്തിയായിരുന്നു. മറ്റൊരു ഉദാഹരണമാണ്, കഴിഞ്ഞ ആഴ്ച ഇതേ ദിവസം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞതാണ്, തുടർച്ചയായ പ്രവൃത്തിയാണ്. ഓക്കെ, അപ്പോൾ ഡെഫിനേഷൻ വരെ എങ്ങനെയാണ്? ദ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് denotes the continuous past actions for a short period of time. ഇതാണ് ഡെഫിനേഷന് ഒന്ന് എഴുതി വയ്ക്കുക എല്ലാവരും. ഇതിൻ്റെ ഓർഡർ ജസ്റ്റ് ഒന്ന് പറയാം, അതിനുശേഷം നമുക്ക് ടെക്സ്റ്റിലേക്ക് എൻ്റർ ചെയ്യാം. മുമ്പത്തെ എല്ലാ ടെൻസിലും പറഞ്ഞ പോലെ ആദ്യം സബ്ജക്റ്റ്, പിന്നെ തുടർച്ചയെ കാണിക്കാൻ വേണ്ടി ING വേണം വെർബിൻ്റെ ഒപ്പം. പക്ഷെ വെർബിൻ്റെ ഒപ്പം ING വന്നു കഴിഞ്ഞാൽ അതിന് ആ INGയുടെ ഒപ്പം തന്നെ സബ്ജക്റ്റ് കഴിഞ്ഞ ഒരു ഓക്സിലറി വെർബിൻ്റെ കൂട്ടം നമ്മൾ ആഡ് ചെയ്യണം. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ അത് ഈസ്, ആർ, ആം ആയിരുന്നു. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ ആ ഈസ്, ആർ, ആമിൻ്റെ പാസ്റ്റ് രൂപമായിട്ടുള്ള കൊടുക്കേണ്ടത് ഈസ് വാസാവും, ആറ് വേറെ ആവും, ആമ് വാസാവും. അപ്പോൾ വാസ് ഓർ വേർ എന്ന ഓക്സിലറി ചേർക്കുക. പിന്നെ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് P പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് ഇതിൻ്റെ ഓർഡർ. അടുത്തതായിട്ട് നമ്മൾ ടെക്സ്റ്റിലുള്ള കാര്യം നോക്കാൻ പോവുകയാണ്. 2 കോളമുണ്ട്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്നുള്ള ഹെഡിങ്ങിൻ്റെ താഴെ ആണ്. 2ാം കോളമായിട്ടുള്ള മീനിങ്ങിലുള്ള യൂസ് നമ്പർ 1 ആണ് ആദ്യം നോക്കേണ്ടത്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തുള്ള എക്സാമ്പിൾസും. Use number 1. We use the past continuous to say what was or was not happening around a past day. അതായത് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യണത് പല കാര്യങ്ങളും സംസാരിക്കാനാണ്. ഒരു പ്രത്യേക ഭൂതകാല സമയത്തിൻ്റെ ആ സമയത്ത് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കാത്തത്
എന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. ഒരു പക്ഷേ ഒരു പ്രത്യേക സമയത്തിൻ്റെ ബിഫോർ മുമ്പേ ആകാം, അല്ലെങ്കിൽ ആ സമയത്ത് ആ സമയത്താകാം, അല്ലെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ ശേഷം അല്ലെങ്കിൽ ആഫ്റ്റർ ആകാം. അപ്പോൾ ഒരു പ്രത്യേക സമയം അതിൻ്റെ മുമ്പോ പിമ്പോ ആ സമയത്തോ ഏകദേശം ആ സമയത്ത് തുടർച്ചയായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കഴിഞ്ഞുപോയ സംഭവത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. ഉദാഹരണം, ഇന്നലെ 8 മണിക്ക് ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രത്യേക സമയം പറഞ്ഞിട്ടുണ്ട് ഭൂതകാലത്തിലെ, ഇന്നലെ 8 മണി. അപ്പോൾ ആ സമയത്ത് ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ 8 മണിക്ക് കറക്റ്റ് TV കണ്ടുകൊണ്ട് അത് കെടുത്തി എന്നല്ല പറയണത്. 8 മണീൻ്റെ മുമ്പ് തുടങ്ങിയിട്ട് 8 മണി കൂടെ പാസ് ചെയ്തിട്ട് അതിന് ശേഷവും അത് തുടർന്നു. ഒരു പ്രത്യേക സമയത്തിൻ്റെ മുമ്പും പിമ്പും ആ സമയത്തും ഏകദേശം ആ സമയത്ത് തുടർന്നു കൊണ്ടിരുന്ന ഒരു പ്രവൃത്തി, ഭൂതകാലത്തിലെ പ്രവൃത്തി സൂചിപ്പിക്കലാണ് ഇത് ഉപയോഗിക്കുക. ഉദാഹരണം പറയാണ് Examples. What were you doing at 8? 8 മണിക്ക് നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഇവിടെ കണ്ടില്ലേ, ഏതൊരു ഓക്കെ പറയാം. ഇവിടെ WH ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ അതിൻ്റെ ഓർഡർ പ്രകാരം നമ്മൾ പറഞ്ഞ ഓർഡർ തന്നെയാണ് WH ക്വസ്റ്റ്യൻ രീതിയിലേക്ക് ആക്കി മാറ്റിയതാണ്. വെർബിൻ്റെ ഒപ്പം ING ഉണ്ട്, ഡൂയിങ്. ഓക്സിലറി വെർബ് ഉണ്ട്, വാസ് വെർബ് വേർ. സബ്ജക്റ്റ് യു. പിന്നെ ക്വസ്റ്റ്യൻ വേർഡായ വാട്ടാണ്. വേർ യു വാച്ചിങ് TV? നിങ്ങൾ 8 മണിക്ക് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നോ? വാച്ചിങ് ING, വെർബ് പ്ലസ് ING. ഓക്സിലറി വെർബ് വേർ. ഇത് യെസ് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. at 8 ക്വസ്റ്റ്യൻ മാർക്ക് പറയാണ്. നോ, ഐ വാസ് നോട്ട് വാച്ചിങ് TV. ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ല. ഇവിടെ പിന്നെ നമ്മൾ പറഞ്ഞ ഓർഡർ ഉണ്ട്. ഐ സബ്ജക്റ്റ്, ഓക്സിലറി വാസ്, വി പ്ലസ് ING വാച്ചിങ്, ഒബ്ജക്റ്റ് TV. ഐ വാസ് റീഡിങ്, ഐ സബ്ജക്റ്റ്, വാസ് ഓക്സിലറി, റീഡിങ്, വി പ്ലസ് ING. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. ഒരു പ്രത്യേക സമയത്തിൻ്റെ മുമ്പോ പിമ്പോ ആ സമയത്ത് ഏകദേശം ആ സമയത്ത് തുടർച്ചയായ ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത്തരം പ്രവൃത്തിയാണ് ഈ പാസ്റ്റ് കണ്ടിന്യൂസ് കൂടെ അവതരിപ്പിക്കുക. ഉദാഹരണമാണ് നോക്കിയത്. യൂസ് നമ്പർ 2. We use the past continuous to set a scene to give an idea of the background situation. രണ്ടാമത്തെ ഉപയോഗത്തിൽ പറയാണ്, നമ്മൾ 2 ഭൂതകാല പ്രവൃത്തികൾ നടക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രവൃത്തി ബാക്ക്ഗ്രൗണ്ടിൽ പശ്ചാത്തലത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ പുതിയൊരു പ്രവൃത്തി ചെയ്യാമെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ പുതിയ പ്രവൃത്തി നമ്മൾ സിമ്പിൾ പാസ്റ്റിലും എന്നാൽ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരുന്ന ആയം തന്നെ തുടങ്ങിയ പ്രവൃത്തി നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിലുമാണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന്, നിങ്ങളിൽ ഒരാൾ, ഒരു കുട്ടി ക്ലാസ്സിലേക്ക് വരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഉദാഹരണം പറയുകയാണ്. അവൻ ക്ലാസ്സിലേക്ക് വന്നു. ഒരു ഭൂതകാല സംഭവമാണ്. ക്ലാസ് എടുത്തു.
മറ്റൊരു ഭൂതകാല സംഭവമാണ്. അപ്പോൾ അവൻ വന്നപ്പോൾ ക്ലാസ് തുടങ്ങി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത് പറയണം. അപ്പോൾ ആദ്യം തുടങ്ങിയത് ക്ലാസ്സാണ്. അതിങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഇടയ്ക്ക് കയറിയിട്ടാണ് ഈ പറഞ്ഞ കുട്ടി വരുന്നത്. അപ്പോൾ ഇടയ്ക്ക് കയറിയിട്ടാണ് ഈ കുട്ടി വന്ന കാര്യം പറയേണ്ടത്. അതേസമയം ക്ലാസ് തുടങ്ങിയത് ആദ്യമാണെന്ന് അവിടെ മനസ്സിലാക്കിപ്പിക്കുകയും വേണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള പ്രവൃത്തികൾ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് ആക്കുക. ഇടയ്ക്ക് സംഭവിക്കുന്നത് ന്യൂ ഈവൻ്റാണ്, അത് സിമ്പിൾ പാസ്റ്റിലേക്ക് ആക്കുക. ഇങ്ങനെയാണ് പറയുക. When he came to the classroom, the teacher was teaching English. അവൻ ക്ലാസ്സിലേക്ക് കയറി വന്നപ്പോൾ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള പ്രവൃത്തി കൊണ്ടിരിക്കുകയായിരുന്നു, തുടർച്ചയാണ് കാണിക്കുന്നത്. ഇങ്ങനെയാണ് അപ്പോൾ പറയേണ്ടത്. ഇനി ഇവിടുത്തെ ഉദാഹരണം നോക്കാം. I was walking down the street when it began to rain. മഴ പെയ്തപ്പോൾ ഞാൻ സ്ട്രീറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം തുടങ്ങിയത് മഴ പെയ്യലല്ല, ഇദ്ദേഹം നടക്കലാണ്. നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ മഴ പെയ്തു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ള പ്രവൃത്തിയാണ്. അതേസമയം ഇടയ്ക്ക് കയറി മഴ തടസ്സപ്പെടുത്തി പുതിയ ഈവൻ്റാണ്. അപ്പോൾ വാക്കിംഗ് ഡൗൺ എന്നുള്ളത് ബാക്ക്ഗ്രൗണ്ട് ആക്ഷനാണ്. എന്നാൽ ബിഗാൻ ടു റെയിൻ എന്നുള്ളത് ന്യൂ ഈവൻ്റാണ്. അതുപോലെ മറ്റൊന്ന്, ഐ വാസ് റീഡിങ് എ ബുക്ക്, ബാക്ക്ഗ്രൗണ്ട് സിറ്റുവേഷൻ, ദ ടെലിഫോൺ റാങ്, ഈവൻറ്റ്. ഫോൺ അടിച്ച സമയത്ത് ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ടെലിഫോൺ അടിക്കുന്നത് പുതിയ സംഭവമാണ്. അതേസമയം അതിൻ്റെ മുമ്പ് തുടങ്ങിയിട്ടുണ്ട് വായന. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇടയ്ക്ക് കയറി ന്യൂ ഈവൻ്റായിട്ട് ഫോൺ ബെല്ലടിച്ചു. ബാക്ക്ഗ്രൗണ്ട് സിറ്റുവേഷന് പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കിയാൽ മതി, ഈവൻ്റ് സിമ്പിൾ പാസ്റ്റ് ആക്കിയാൽ മതി. ഇനി മീനിങ് എന്നുള്ള കോളത്തിൽ പറയാണ്. ഇൻ എ, ഈ ഭാഗമാണ് വായിക്കാൻ പോണത്. ഇൻ എ there were two actions, രണ്ട് ആക്ഷനുണ്ട്. ഐ വാസ് വാക്കിംഗ് ആൻഡ് ഇറ്റ് റൈൻഡ്, നടക്കലും മഴ പെയ്യലും. രണ്ട് ആക്ഷനും ഒരേ സമയമാണ്, പക്ഷേ ഒരു ആക്ഷന് ആദ്യം തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല അത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ടാണ് രണ്ടാമത്തെ ആക്ഷന് സംഭവിക്കുന്നത്. The events of the story are described using the past simple. The events of the story are described using the past simple. Sometimes events interrupt the background situation. Okay. അതായത് രണ്ട് സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പറഞ്ഞ കാര്യത്തിലെ സംഭവങ്ങൾ ഈവൻ്റുകൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് പറയേണ്ടത്. എന്നാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇറങ്ങി വരുന്ന പ്രവൃത്തികൾ പാസ്റ്റ് കണ്ടിന്യൂസ് വെച്ചിട്ടും. ചില സമയത്ത് ഈ പറയുന്ന ന്യൂ ഈവൻ്റുകൾ ബാക്ക്ഗ്രൗണ്ടിലെ പ്രവൃത്തികളെ ഇടയ്ക്ക് കയറി തടസ്സപ്പെടുത്തുന്നു.
ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് മഴ പെയ്തത്. മഴ പെയ്തപ്പോൾ നടത്തം തടസ്സപ്പെട്ടില്ലേ? അപ്പോൾ ഇടയ്ക്ക് കയറി ചെയ്യുന്ന ന്യൂ ഇവൻ്റുകൾ സിമ്പിൾ പാസ്റ്റ്. ഈ എക്സസൈസ് 1 ആണ്. ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. ഉദാഹരണമുണ്ട്. At 10 I was reading a newspaper. ഉത്തരം ന്യൂസ് പേപ്പർ ആയിട്ട് വരണം. അപ്പോൾ എന്തായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത് എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ചോദ്യം വരികയാണ്. ആൻസർ എന്ന് പറഞ്ഞാൽ ചോദ്യമാണ്. Were you reading a newspaper? നിങ്ങൾ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? റീഡിങ് V+ing ആണ്. പിന്നെ ഓക്സിലറി വെർബ് വേറെ ആണ്, കാരണം യു ആണ് സബ്ജക്റ്റ്, അതുകൊണ്ട്. ഇനി രണ്ടാമത്തെ B. When I saw Peter, he was eating. പീറ്ററിനെ ഞാൻ കണ്ടു, അപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് സിറ്റുവേഷനാണ് he was eating. അപ്പോൾ എന്താ പീറ്റർ കഴിച്ചുകൊണ്ടിരുന്നത് എന്ന് ചോദിക്കണം. ആൻസർ പറയാണ്. WH ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എഴുതേണ്ടത്. What was he eating? എന്താണ് അദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്നത്? ഇപ്പോൾ WH ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം, പിന്നെ ഓക്സിലറി ഹി സബ്ജക്റ്റ് ആയതുകൊണ്ട് വാസ് ഓക്സിലറി, പിന്നെ V+ing eating. When I went into his office, he was writing letters. ഞാൻ ഓഫീസിലേക്ക് ചെന്ന സമയത്ത് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം എഴുതണം. എന്താണ് എഴുതിക്കൊണ്ടിരുന്നത്? അപ്പോൾ ഇവിടെയുള്ള ചോദ്യങ്ങളൊക്കെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ രീതിയിലാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. What was he writing? Question word, subject he, auxiliary ഏതാ? was, V+ing writing. At lunch time we were shopping. ഉച്ച സമയത്ത് ഞങ്ങൾ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എവിടെയെന്നാണ് ചോദ്യം. എവിടെയാണ് ഷോപ്പ് ചെയ്തുകൊണ്ടിരുന്നത്? Where were you shopping at lunch time? Where were you shopping at lunch time? ഇവിടെ ഷോപ്പിംഗ് V+ing ഓക്സിലറി യുവിൻ്റെ അപ്പാവുകൊണ്ട് വാസല്ല വേറാണ്. At 8 my mother was cooking. 8 മണിക്ക് എൻ്റെ അമ്മ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ താങ്കളുടെ അമ്മ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്? ഓക്കെ. വാട്ട് വാസ് യുവർ മദർ കുക്കിംഗ്? ഇവിടെ അമ്മയാണ്, ഒരാളാണ്, അതുകൊണ്ട് വാസാണ് ഓക്സിലറി. കുക്കിംഗ് V+ing. When I arrived, all the children were crying. ഞാൻ എത്തിയപ്പോൾ എല്ലാ കുട്ടികളും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വൈയാണ്. എന്തിനാണ് കുട്ടികളെ കരഞ്ഞത്? അപ്പോൾ കുട്ടികളാണ്, അപ്പോൾ കുറേ ആൾക്കാരുണ്ട്, അപ്പോൾ വേറെ കൊടുക്കേണ്ടത്. വൈ were the children crying? At midnight the children were sleeping. ഇപ്പോൾ വേറെ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ. എവിടെയാണ് കുട്ടികൾ ഉറങ്ങിക്കൊണ്ടിരുന്നത്? അപ്പോൾ ചിൽഡ്രൻ ആവുകൊണ്ട് വേറാണ് കൊടുക്കേണ്ടത്, പാസ്സല്ല. വേർ were the children sleeping? ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോമാണ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഓർഡർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എസ് പ്ലസ് വാസ് ഓർ വെർ പ്ലസ് V+ing പ്ലസ് ഓയാണ്. ഇതവിടെ ഉണ്ട്. ഒബ്ജക്റ്റ് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഹി വാസ് വർക്കിംഗ്, ഷി വാസ് വർക്കിംഗ്, ഇറ്റ് വാസ് വർക്കിംഗ്. അപ്പോൾ സിംഗുലർ വന്ന വാസാണ്.
ഈ ഷീ ഇറ്റ് ഒക്കെ സിംഗുലറാണല്ലോ. അടുത്തത് പ്ലൂറലായിട്ടുള്ള വേറാണ്. യു വർ വർക്കിംഗ്, വി വർ വർക്കിംഗ്, ദേ വർ വർക്കിംഗ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഓർഡറാണ് എസ് പ്ലസ്, വാസ് ഓവർ പ്ലസ്, നോട്ട് പ്ലസ്, വി പ്ലസ് ഐ എൻ ജി പ്ലസ് ഒബ്ജക്റ്റ്. ഇത് നേരെ വാസിൻ്റെയും വേറിൻ്റെ അപ്പുറത്ത് നോട്ട് ചേർത്താൽ മതി. ഐ വാസ് നോട്ട് വർക്കിംഗ്, യു വർ ഇൻ ടു വർക്കിംഗ്. ഡബ്ല്യു ക്വസ്റ്റ്യൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ്. ആ ഓക്സിലറി വെർബുള്ള മാറ്റമുള്ളൂ ഉണ്ടാവുക, വേറെ ഒരു കുഴപ്പമില്ല. ഓർഡർ ഡബ്ല്യു ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് ബ്രാക്കറ്റിൽ വാസ് ഓർ വേർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി പ്ലസ് ഒബ്ജക്റ്റ്. ഇവിടെ സബ്ജക്റ്റോ ഒബ്ജക്റ്റോ ആൻസർ ആയതുകൊണ്ട് രണ്ടും കൂടി അപ്പം വന്നോണമെന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ആൻസർ ആകുമ്പോൾ അത് ക്വസ്റ്റ്യൻ്റെ ഓർഡറിൽ ക്വസ്റ്റ്യനിൽ വരില്ല. പിന്നെ ക്വസ്റ്റ്യൻ മാർക്കും. വേർ വാസ് ഹി വാക്കിംഗ്, വൈ വേർ ദേ വാക്കിംഗ്. ഇത് യെസ് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഓക്സിലറി വെർബ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓർഡർ ഇതാണ്, മുമ്പത്തെ പോലെ തന്നെയാണ്. വാസ് ഓർ വെർ പ്ലസ് എസ് പ്ലസ് ഇ പ്ലസ് ഐ എൻ ജി പ്ലസ് ഓ. വാസ് ഷി വർക്കിംഗ്, വേർ യു വർക്കിംഗ്. പിന്നെ പോസിറ്റീവ് ഷോർട്ട് ആൻസേഴ്സ് ആണ്. മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സബ്ജക്റ്റിൻ്റെ അപ്പുറത്തൊരു ഓക്സിലറി കൊടുത്താൽ അത് പോസിറ്റീവ് ഷോർട്ട് ആൻസറിൻ്റെ ഓർഡർ ആയിരുന്നു. അപ്പോൾ യെസ് ഷി വാസ്, യെസ് വി വർ. നെഗറ്റീവ് ഷോർട്ട് ആൻസർ മേക്ക് ചെയ്യാൻ ആ ഓക്സിലറി വെർബിൻ്റെ അപ്പുറത്തൊരു നോട്ടും കൂടിയും കൊടുത്താൽ മതി. അപ്പോൾ എസ് പ്ലസ് ഓക്സിലറി പ്ലസ് നോട്ടാവും. നോ ഷി വാസിൻറ്റ്, നോ വി വറിൻറ്റ്. രണ്ടാമത്തെ എക്സസൈസാണ്. ഇവിടെ സിമ്പിൾ പാസ്റ്റും ഉണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസും ഉണ്ട്. അവസരത്തിനനുസരിച്ചിട്ട് സ്പീക്കർ എന്താണോ ചിന്തിക്കണത് അത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് കറക്റ്റായിട്ടുള്ള ടെൻസ് നമ്മൾ ടിക്ക് ചെയ്യണം. അപ്പോൾ അവസരത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ ടിക്ക് ചെയ്യാൻ. സ്പീക്കർ ചിന്തിക്കുന്നതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഉദാഹരണം നോക്കാം. ഐ വാണ്ട് ടു നോ യുവർ ആക്ഷൻ ആഫ്റ്റർ യുവർ ഫാദർ ഡൈഡ്. താങ്കളുടെ അച്ഛൻ മരിച്ചതിന് ശേഷമുള്ള താങ്കളുടെ അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ചെയ്ത പ്രവൃത്തി എന്താണ് എന്നാണ് ഇവിടെ കാണിക്കേണ്ടത്. അത് കാണിക്കുന്ന സെൻറ്റൻസ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളത് മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തണം. നോക്കാം. വാട്ട് ഡിഡ് യു ഡു വെൻ യുവർ ഫാദർ ഡൈഡ്. അർത്ഥതാണ് നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ മരിച്ചപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു. അത് ബി പറയാണ്. വാട്ട് വെർ യു ഡൂയിങ് വെൻ യുവർ ഫാദർ ഡൈഡ്. നിങ്ങളുടെ അച്ഛൻ മരിച്ചപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നിങ്ങളുടെ അച്ഛൻ മരിച്ച സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ചോദിച്ചാൽ അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അർത്ഥം വരിക. ഇവിടെ അതല്ല, അച്ഛൻ മരിച്ചതിന് ശേഷം ചെയ്ത കാര്യമാണ്, ബാക്ക്ഗ്രൗണ്ട് ചെയ്ത കാര്യമല്ല. നിങ്ങളുടെ അച്ഛൻ മരിച്ചപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു ചോദിച്ചാൽ അച്ഛൻ മരിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ് ചോദിച്ചത്. എന്നാൽ ഓക്കെ, നിങ്ങൾ അച്ഛൻ മരിച്ച സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ചോദിച്ചത് തെറ്റാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ചെയ്ത കാര്യമായിരിക്കും അവിടെ
അർത്ഥമാക്കുക. അപ്പോൾ ആ കാരണം മനസ്സിലാക്കണം. ഐ വാണ്ട് ടു ഡിസ്കസ് ദ സിറ്റുവേഷൻ അറ്റ് ദ പാർട്ടി വെൻ ഐ അറൈവ്ഡ്. ഞാനൊരു പാർട്ടിക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഉള്ള സിറ്റുവേഷനാണ് പറയാൻ പോണത്. അപ്പോൾ ഒരു പ്രവൃത്തിക്കിടയിൽ ചെന്ന് കയറുകയാണ്. എവരി വൺ വാസ് ഡാൻസിങ്. എല്ലാവരും നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും ഡാൻസ്ഡ്. എല്ലാവരും നൃത്തം ചെയ്തു. ഇവിടെ ഏറ്റവും ആപ്റ്റ് എല്ലാവരും നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ അത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡാൻസ് ചെയ്ത് നിർത്തിയിട്ടൊന്നുമില്ല. പിന്നെ ഡാൻസ്ഡ് പറഞ്ഞാൽ അവിടെ നൃത്തം ചെയ്തു കഴിഞ്ഞു എന്നാണ് അർത്ഥം. അതല്ല, അപ്പോൾ ഡാൻസിങ് ആണ്. ഐ ആം തിങ്കിങ് ഓഫ് ദ ഹോൾ കാർ ജേണി. ഞാനൊരു യാത്ര പോയി. ആ യാത്രയെക്കുറിച്ചിട്ട് മുഴുവനായിട്ട് ടോട്ടലായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും സമയത്ത് നടന്ന പ്രവൃത്തിയല്ല, ടോട്ടലായിട്ട് പൂർണ്ണമായിട്ടുള്ള കാര്യം വിചാരിക്കുകയാണ്. മുഴുവൻ യാത്ര കഴിഞ്ഞിട്ട് വിചാരിക്കുകയാണ്. ദ ഡ്രൈവർ ഓക്കെ ഡ്രൈവർ ഡ്രോ ടു ഫാസ്റ്റ്. ഡ്രൈവർ വളരെ വേഗത്തിൽ കാർ ഓടിച്ചു. ദ ഡ്രൈവർ വാസ് ഡ്രൈവിംഗ് ടു ഫാസ്റ്റ്. ഡ്രൈവർ വളരെ വേഗത്തിൽ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു കണ്ടിന്യൂറ്റിയാണ് രണ്ടാമത്തെ, അതായത് അവസാനിച്ചിട്ടില്ല. എന്നാൽ ഡ്രൈവർ വളരെ വേഗത്തിൽ കാർ ഓടിച്ചു എന്ന് പറഞ്ഞാൽ തുടങ്ങുകയും ചെയ്തു, അത് നടക്കുകയും ചെയ്തു, അത് അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ എ ആണ് ആൻസർ. ഐ വാണ്ട് ടു ഷോ ദാറ്റ് ഐ ഫിനിഷ്ഡ് മൈ ഡ്രീം. എൻ്റെ സ്വപ്നം ഞാൻ പൂർത്തിയാക്കി എന്നുള്ള കാര്യം എനിക്ക് കാണിക്കണം. അതായത് ഞാൻ സ്വപ്നം കണ്ടു കഴിഞ്ഞു എന്ന് കാണിക്കണം. ഐ ഡ്രീംഡ് അബൌട്ട് എ വണ്ടർഫുൾ ഹോളിഡേ. ഞാനൊരു നല്ല അവധിക്കാലം സ്വപ്നം കണ്ടു. രണ്ടാമത് ഐ വാസ് ഡ്രീമിങ് അബൌട്ട് എ വണ്ടർഫുൾ ഹോളിഡേ. ഞാൻ നല്ലൊരു അവധിക്കാലം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേൽ അത് കഴിഞ്ഞിട്ടില്ല, അത് തുടർച്ചയായി കണ്ടു എന്നാണ്. എന്നാൽ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ അതവിടെ ആ സ്വപ്നം അത് തുടങ്ങുകയും ചെയ്തു, കാണുകയും ചെയ്തു, അവസാനിക്കുകയും ചെയ്തു അല്ലേ. അപ്പോൾ എ ആണ് ഫിനിഷ്ഡ് മൈ ഡ്രീം എന്നാണ് പറയുന്നത്. അപ്പോൾ എ ആണ് ആൻസർ. ഐ വാണ്ട് ടു ഷോ ദാറ്റ് ഐ വാസ് ഇൻ്ററപ്റ്റഡ്. എന്നെ ഒരാൾ വന്ന് തടസ്സപ്പെടുത്തി എന്ന് കാണിക്കണം. ഐ ടോക്ക്ഡ് അബൌട്ട് ഹെർ വെൻ ഷീ കെയിം ഇൻ ടു ദ റൂം. അവൾ വന്ന സമയത്ത് ഞാൻ അവളോട് സംസാരിച്ചു. അവിടെ തടസ്സപ്പെട്ടൊന്നുമില്ല. ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ഹെർ വെൻ ഷീ കെയിം ഇൻ ടു ദ റൂം. അവൾ റൂമിലേക്ക് വന്നപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവളോട്. അപ്പോൾ അവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പ്രവൃത്തിയാണ്. അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് അവൾ അവിടേക്ക് കയറി വന്നു എന്നാണ് ബീൻ്റെ അർത്ഥം. അപ്പോൾ ബി ആണ് ആൻസർ. ഇത്രയുമാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ.